ഗുരുവോം തത്സത്. നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം. മഹാഗുരുവിൻ്റെ അനുകമ്പാദശകം 6-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവിചാരമാണ്. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാബ്ധിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോയി അനുകമ്പയാണ്ടവൻ. അർജുനന് തേരാളിയായിരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ പരമമായ അർത്ഥം ഉപദേശിച്ചു കൊടുത്ത പരമമായ പൊരുൾ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയല്ലേ ഈ അനുകമ്പയാണ്ടവൻ. അദ്വൈത രഹസ്യം സരളമായി വെളിപ്പെടുത്തി തന്ന ഭാഷ്യകാരനായ ശങ്കരാചാര്യർ തന്നെയല്ലേ ഈ അനുകമ്പയാണ്ടവൻ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം. മഹാഗുരു ഇവിടെ രണ്ട് മഹാഗുരുക്കന്മാരുടെ അറിവിനെ, അവർ അനുഭവിച്ചറിഞ്ഞ അറിവിനെ, ആ അറിവ് അനുകമ്പയുടെ മൂർത്തരൂപങ്ങളായി അവരിൽ നിന്ന് ഈ ലോകത്തിന് നന്മ ചെയ്തതിനെ പറ്റിയാണ് വരച്ചു കാണിക്കുന്നത്. ഒന്ന് ഗീതാഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണനും മറ്റൊന്ന് അദ്വൈത വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് അറിയപ്പെടുന്ന സ്വാമി ശങ്കരാചാര്യരും. ഈ വിശ്വമഹാപ്രപഞ്ചത്തെക്കുറിച്ചുള്ള രഹസ്യം അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള പരമമായ അറിവ് അറിയുകയും അറിഞ്ഞതിനെ അനുഭവിച്ചറിയുകയും സ്വയം അനുഭവിക്കുകയും അതായിത്തീരുകയും ചെയ്തവരാണ് ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മഹാഗുരുക്കന്മാരും. അവർ ആർജിച്ച അറിവിനെ അല്ലെങ്കിൽ അവർ അനുഭവിച്ചറിഞ്ഞ അറിവിനെ അവരുടെ പാണ്ഡിത്യമായി കരുതി സൂക്ഷിക്കാതെ അല്ലെങ്കിൽ തലയിൽ ഏറ്റി നടക്കാതെ, ഭാരം ചുമക്കുന്നത് പോലെ നടക്കാതെ, ആ അറിവിനെ അവരുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ട് ആ ഹൃദയത്തിലൂടെ അനുകമ്പയായി, കാരുണ്യമായി, സ്നേഹമായി ഈ ലോകമാകെ പ്രസരിപ്പിച്ചവരാണ് ഗുരുക്കന്മാർ. അവരങ്ങനെ ചെയ്തതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും മഹാഗുരുക്കന്മാരെ നാം ഇപ്പോഴും സ്മരിക്കുന്നതും അവരെ പൂജിക്കുന്നതും. അവരൊക്കെയും അനുകമ്പയുടെ മൂർത്ത രൂപങ്ങളാണ്. അത്തരത്തിലുള്ള രണ്ട് ഗുരുക്കന്മാരാണ് ഭഗവത്ഗീതാ ഗുരുവായ വേദവ്യാസൻ അല്ലെങ്കിൽ കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതിലൊരു ഗുരുവാണ് അദ്വൈത വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ശങ്കരാചാര്യ സ്വാമികൾ. ശ്രീകൃഷ്ണ ഭഗവാനെ നാം എല്ലാവരും പൂജിക്കുന്നവരാണ്. കൃഷ്ണനെ പറ്റിയുള്ള അത്ഭുത കഥകളൊക്കെ ചെറുപ്പം മുതലേ, കൊച്ചുകുട്ടി മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും വളരെ അത്ഭുതത്തോടു കൂടി വായിക്കുകയും അറിയുകയും ചെയ്യുന്നവരാണ്. മഹാഭാരത കഥകളിൽ എപ്പോഴും നാം വായിക്കുന്നതാണ് അതേപ്പറ്റി. ഇപ്പോൾ മഹാഭാരതത്തിൻ്റെ ഹൃദയമാണ് ഭഗവത്ഗീത. ഗീത ഉപദേശിക്കുന്നത് കൃഷ്ണനാണ്, അർജുനനോടാണ് ഉപദേശിക്കുന്നത്. കൃഷ്ണൻ അർജുനൻ്റെ തേരാളിയാണ്. നമ്മളൊക്കെ കഥകൾ വായിക്കുമ്പോൾ കണ്ടുണ്ട്, കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചു. അതിലൂടെ ഉപദേശം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് വിശ്വരൂപം കാട്ടിക്കൊടുത്തു. ആകാശത്തിൽ വിശ്വത്തിൻ്റെ രൂപമായി പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട് കഥകളല്ലേ. അതുപോലെ കൃഷ്ണൻ്റെ കയ്യിൽ സുദർശന ചക്രമുണ്ട്. ചൂണ്ടുവിരൽ ഉയർത്തിയാൽ ആ വിരലിൽ ചക്രം വരും. ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തണമെങ്കിൽ അതൊന്ന് കുടഞ്ഞാൽ മതി. പോയി അരിഞ്ഞു വീഴ്ത്തിയിട്ട് കയ്യിൽ വരും തിരിച്ച്, അല്ലേ? പോയിട്ട് തിരിച്ച് അതേ വിരലിൽ തന്നെ വരും. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് കഥകളിലൂടെ. നമ്മൾ എപ്പോഴും ഈ പുരാണ കഥകളൊക്കെ വായിക്കുമ്പോൾ അതിലെ അത്ഭുത കഥകളെയൊക്കെ ഒരു സാധാരണ തലത്തിൽ അങ്ങ് മനസ്സിലാക്കുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു അത്ഭുത കഥകളായിട്ട്, ഒരു യുക്തിക്കും നിരക്കാത്ത കഥകളായി മാത്രം നിലനിൽക്കും. അതിനപ്പുറം അതിനെ ഒരു യോഗയുക്തിയോടുകൂടി അതിലെ ഡയലറ്റിക്സ് എന്താണെന്ന് നമ്മളൊന്ന് തിരഞ്ഞു നോക്കിയാൽ അതിലെ രഹസ്യം പിടികിട്ടും. ഇവിടെ അർജുനൻ അല്ലെങ്കിൽ പാർത്ഥൻ ദുഃഖത്താൽ വ്യാകുലപ്പെട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയിലാണ് തൻ്റെ തേരാളിയായ കൃഷ്ണൻ ഉപദേശം കൊടുക്കുന്നത്. ഇവിടെ ഈ ഉപദേശം കൊടുത്തിരിക്കുന്നത്, ഈ ഗീതോപദേശം എന്ന ആ ഒരു മഹാ ഉപദേശം കൊടുത്ത ഗുരു ഒരിക്കലും അർജുനന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്ത ഉപദേശമല്ല. കാരണം ഈ അർജുനന്റെ സ്ഥാനത്ത് നമുക്ക് നമ്മളെയൊക്കെ സങ്കല്പിക്കാം.
നമ്മൾ ഓരോരുത്തരും രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ ഓരോ വിഷയങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും, എങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഉള്ള ടെൻഷനോട് കൂടി എഴുന്നേക്കുന്നത്. എല്ലാവർക്കും ദുഃഖങ്ങളാണ്, എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ്. നമ്മളെയൊക്കെ നയിക്കുന്ന കൃഷ്ണനാണ് നമ്മുടെ ബോധം, നമ്മുടെ ബുദ്ധി. അപ്പോ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നേരെ വരുന്ന ശരങ്ങളാണ്, നമ്മളാകുന്ന അർജുനന്മാർക്ക് നേരെ വരുന്ന ശരങ്ങളാണ് ഓരോ വിഷയങ്ങളും. ഈ വിഷയങ്ങളെ എങ്ങനെ തരണം ചെയ്യാം എന്നാണ് ഭഗവത്ഗീതയിലൂടെ ഗീതാഗുരുവായ കൃഷ്ണൻ അർജുനനും നമ്മളാകുന്ന അർജുനന്മാർക്കും ഇനിയും ഭാവിയിൽ വരാൻ പോകുന്ന അർജുനന്മാർക്കും ഉപദേശിക്കുന്നത്. ഇതൊരു ആധ്യാത്മിക ഗ്രന്ഥമാണ്. അപ്പോൾ ആ ഒരു ഗീതാരഹസ്യം പകർന്നു കൊടുത്തത് അർജുനന് വേണ്ടി മാത്രമല്ല, നമുക്കെല്ലാവർക്കും കൂടിയാണ്. ഗുരുക്കന്മാരൊക്കെ അങ്ങനെയാണ്. വളരെ ത്യാഗോജ്വലമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. അവരെപ്പോഴും ലോക നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് രചിച്ചു വെച്ചു. ആയിരത്താണ്ടുകൾക്ക് ശേഷം നമ്മൾ അവരെ സ്മരിക്കുന്നു, അതൊക്കെ ഓർക്കുന്നു. അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ, അവർ ആർജിച്ച അറിവിനെ അവരവരുടെ ഹൃദയത്തിലേറ്റി, ഹൃദയത്തിലൂടെ പുറത്തേക്ക് പ്രകാശമായി, അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അരുളായി, അൻപായി, അനുകമ്പയായി പ്രസരിപ്പിച്ചു. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ദുഃഖമുണ്ടാകും. ആ ദുഃഖത്തിനെ തരണം ചെയ്യാൻ ഞാൻ മാത്രം പോരാ, എല്ലാവരും അതിനെ തരണം ചെയ്യണം എന്ന് ആത്മാർത്ഥമായി കാരുണ്യപൂർവ്വം ആഗ്രഹിച്ചതുകൊണ്ടാണ് ആ ഗുരുക്കന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ശങ്കരാചാര്യ സ്വാമിയുടെ ജീവിതം എടുത്താലും അതുതന്നെയാണ്. നമ്മൾ കൃഷ്ണന്റെ കഥ പറഞ്ഞപ്പോൾ അതിനകത്തെ ഡയലക്റ്റിക്സ് നോക്കിയാൽ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു കൊടുത്തത് ഈ വിശ്വത്തെ പറ്റിയുള്ള രഹസ്യമാണ്. വിശ്വരൂപം കാട്ടി എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തെ പറ്റിയുള്ള അറിവാണ് വിശ്വത്തിന്റെ രൂപം, വിശ്വത്തെ പറ്റിയുള്ള അറിവ്. അതാണ് അർജുനന് പകർന്നു കൊടുത്തത്. അവിടെ പറഞ്ഞ ആകാശത്തിൽ തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ ചിതാകാശത്തിലാണ്, അർജുനന്റെ ബോധത്തിലാണ്, ബോധമാകുന്ന ആകാശത്തിലാണ് കൃഷ്ണൻ വിശ്വത്തിന്റെ രൂപം കാട്ടിക്കൊടുത്തത്. പിന്നെ സുദർശന ചക്രം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന ശത്രുക്കളെ ചെയ്യാൻ ഒറ്റ ആയുധമേ ഉള്ളൂ, അത് അറിവാകുന്ന ആയുധം. സുദർശനം, നല്ല ദർശനം. നല്ല ദർശനം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ്. അറിവ് മാത്രമേ ഉള്ളൂ കൊടുത്താൽ തിരിച്ചു കിട്ടുന്നത്, അല്ലേ? ഒരു അജ്ഞാനിയാകുന്ന ശത്രുവിന് കൊടുത്താലും അവൻ ആ അജ്ഞാനി ജ്ഞാനിയായാൽ തിരിച്ച് അത് നമ്മുടെ കയ്യിലുള്ള ആ ആയുധം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല, തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതാണ് സുദർശന ചക്രം. അത് കറങ്ങിക്കൊണ്ടിരിക്കും, അത് എവിടെയും പോകുന്നില്ല. ഒരിക്കലും നഷ്ടപ്പെടാത്ത ധനമാണ് വിദ്യാധനം എന്ന് കേട്ടില്ലേ എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഇതിനെയൊക്കെ ഈ അർത്ഥത്തിൽ, ഈ തരത്തിൽ വേണം കഥകളെയൊക്കെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കാൻ. അപ്പോൾ അത്രയ്ക്ക് കാരുണ്യപൂർവ്വം നമുക്ക് വേണ്ടി എഴുതി വയ്ക്കപ്പെട്ടതാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ. ശങ്കരാചാര്യ സ്വാമിയുടെ ജീവിതം എടുത്താലും വെറും 32 വയസ്സ് വരെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്. ആ കുറഞ്ഞ കാലഘട്ടത്തിൽ ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാത്തതിലധികം എഴുതി ഭാഷ്യങ്ങളും മറ്റും ചമച്ചു ശങ്കരാചാര്യ സ്വാമി. ഭാരതം മൊത്തം നടന്ന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്ന് ഭാവി തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കാനുള്ള അറിവുകൾക്കായി അതിനുവേണ്ടി മഠങ്ങൾ സ്ഥാപിച്ചു. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ശക്തി അദ്ദേഹത്തിന് ലഭിച്ച അറിവിലൂടെ അദ്ദേഹത്തിലേക്ക് ആർജിക്കപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച കാരുണ്യം, ദയ, അനുകമ്പയൊക്കെ തന്നെയാണ്. അപ്പൊ ഗുരു പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. എല്ലാ ഗുരുക്കന്മാരും അവരിൽ അല്ലെ അവരെ ആർജിച്ചിട്ടുള്ള അറിവിലൂടെ അവർ പകർന്നു നൽകിയതും സ്നേഹമാണ്. സ്നേഹത്തെ, പരസ്പരം സ്നേഹിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ്. അപ്പോൾ ഈ പഠനങ്ങളിലൂടെയൊക്കെ നാം ഇതിനെ ആർജിച്ച് നമ്മുടെ ശിരസിലേറ്റി പണ്ഡിതന്മാരായി നടക്കരുത്. അത് തലയ്ക്ക് ഭാരം, തലക്കനം ഉണ്ടാക്കും. അതിനപ്പുറം നാം ആർജിക്കുന്ന അറിവിനെ, ഈ ഗുരുക്കന്മാരൊക്കെ നമുക്ക് പകർന്നു നൽകുന്ന അറിവിനെ നമ്മുടെ ശിരസിൽ നിന്നൊന്ന് ഉരുക്കി ഹൃദയത്തിലേക്കൊന്ന് ഉൾക്കൊള്ളണം. തലയിൽ നിന്നുരുക്കി ഹൃദയത്തിലേക്ക് ഇറക്കണം. ഹൃദയത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ കുളിർമഴയായിട്ടായിരിക്കും പെയ്തിറങ്ങുന്നത്.
അത് പിന്നെ സ്നേഹമായി ഹൃദയം കൊണ്ട് ജീവിക്കാൻ നാം പഠിക്കണം. തലകൊണ്ട് ജീവിച്ചാൽ തലക്കനമുള്ള ജീവിതമാവും. അത് വലിയൊരു അഹന്തയുടെ ജീവിതമായി പോകും. ഗുരു പറഞ്ഞിട്ടില്ലേ, വലിയൊരു അഹന്ത വരാവരം തരേണം. ഇപ്പൊ കിട്ടുന്ന അറിവിനെ നാം മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ അറിവിനെ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്നിറക്കാൻ ശ്രമിക്കണം. അത് നമ്മുടെ ജീവിതമാകും. അപ്പോൾ നമുക്ക് ഹൃദയം കൊണ്ട് ജീവിക്കുവാൻ കഴിയും. അരുളൻപനുകമ്പയുടെ മൂർത്തിഭാവമായി നാം തീരുവാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ നാം നമ്മുടെ ജീവിതം നയിക്കുവാൻ നമുക്കതിന് കഴിയും. അതിനെല്ലാവർക്കും കഴിയട്ടെ. അരുളുള്ളവനാണ് ജീവി.